നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വമ്പൻ ജയം നേടിയെടുത്തിരിക്കുകയാണ്. 280 റൺസിനാണ് ഇന്ത്യ സന്ദർശകരെ തകർത്തുവിട്ടത്. ഇന്ത്യ മുന്നോട്ട് വച്ച 515 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ 234 റൺസിൽ കൂടാരം കയറുകയായിരുന്നു. അശ്വിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും ഓൾറൗണ്ട് മികവാണ് ഇന്ത്യക്ക് തകർപ്പൻ ജയം നേടിക്കൊടുത്തത്. ഇതോടെ 2 മത്സര പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തുകയും ചെയ്തു. വലിയ പ്രതീക്ഷയോടെയാണ് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് എത്തിയത്. പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ തകർത്തുവിട്ട ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ആത്മവിശ്വാസം ബംഗ്ലാദേശിന് വല്ലാതെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളടക്കം നടത്തിയാണ് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശ് എത്തിയത്. പക്ഷേ 1.5 ദിവസം ബാക്കിയാക്കി നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയാണ് ബംഗ്ലാദേശ് കളം വിട്ടത്. മത്സരത്തിനിടെ ബംഗ്ലാദേശിനെ പരിഹസിച്ച് വിരാട് കോഹ്ലിയും രംഗത്തെത്തിയിരുന്നു. വിരാട് കോഹ്ലി നാഗിൻ നൃത്തം നടത്തിയാണ് ബംഗ്ലാദേശിൻ്റെ ക്ഷമ പരീക്ഷിച്ചത്. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായിട്ടും ഉണ്ട്. ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ വിജയമുറപ്പിച്ചതോടെയാണ് വിരാട് കോഹ്ലി നാഗിൻ നൃത്തം എന്ന നാഗനൃത്തം ചെയ്തത്. കാണികൾ ഇന്ത്യക്കായി ആർപ്പ് വിളിച്ചപ്പോഴാണ് കോഹ്ലി ഇത് നടത്തിയത്, ബംഗ്ലാദേശിനെ പരിഹസിച്ചത്. ബംഗ്ലാദേശ് പലതവണ നഗിൻ നൃത്തം ചെയ്ത് എതിരാളികളെ പരിഹസിച്ച് വിവാദത്തിലായിട്ടുള്ള ടീമാണ്. പാകിസ്ഥാനെ തോൽപ്പിച്ച് പരമ്പര നേടിയതോടെ വരുന്ന മത്സരത്തിൽ ഇന്ത്യയും തോൽപ്പിക്കുമെന്നടക്കം ബംഗ്ലാദേശ് താരങ്ങൾ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ നാണം കെട്ട തോൽവി ബംഗ്ലാദേശ് നേരിട്ടതോടെയാണ് പരിഹസിച്ച് വിരാട് കോഹ്ലി നാഗിൻ നൃത്തം നടത്തിയത്. വിരാട് കോഹ്ലിയുടെ നാഗിൻ നൃത്തം ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോഹ്ലി നാഗനൃത്തം ചെയ്തപ്പോൾ കാണികൾ ആർപ്പ് വിളിക്കുകയും ചെയ്തു. ഇതിനോടകം ഈ ഒരു നൃത്തത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പലരും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ വെല്ലുവിളികളോടെ എത്തിയ ബംഗ്ലാദേശിന് നാണം കെട്ട് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ വമ്പൻ ജയം നേടിയെടുത്തുവെങ്കിലും വിരാട് കോഹ്ലിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 6 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 17 റൺസുമാണ് കോഹ്ലിക്ക് നേടാനായത്. സമീപകാലത്തെ വിരാട് കോഹ്ലിയുടെ പ്രകടനം തീർത്തും നിരാശപ്പെടുത്തുന്നതുമായി മാറി. 2024 ടെസ്റ്റിലെ കോഹ്ലിയുടെ കണക്കുകൾ നോക്കുമ്പോൾ ശരാശരി 19-ൽ താഴെയാണുള്ളത്. രോഹിത് ശർമ്മയും KL രാഹുലും ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾ നിരാശപ്പെടുത്തിയെങ്കിലും അശ്വിനും രവീന്ദ്ര ജഡേജയും നടത്തിയ ഓൾറൗണ്ട് ഷോയാണ് ഇന്ത്യക്ക് അനായാസ ജയം നേടിക്കൊടുത്തത്. ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യയെ 6 വിക്കറ്റിന് 144 റൺസ് എന്ന നിലയിലേക്ക് തകർക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചു എന്നത് ആതിഥേയർ എന്ന നിലയിൽ ഇന്ത്യക്ക് വലിയ നാണക്കേടാണ്. രണ്ടാം മത്സരത്തിൽ ഈ വിടവ് നികത്താൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട്. പാകിസ്ഥാനെ അവരുടെ തട്ടകത്തിൽ 2 മത്സരത്തിലും തകർത്ത ബംഗ്ലാദേശിന് ഇന്ത്യയിൽ ഈ പോരാട്ട വീര്യം എന്തായാലും കാട്ടാനായില്ല. ഇന്ത്യയുടെ ശക്തമായ ബാറ്റിംഗ് കരുത്തും ബൗളിംഗ് കരുത്തും തന്നെയാണ് ഇതിന് കാരണമായത്. ഇന്ത്യയുടെ വാലറ്റം വരെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ബാറ്റിംഗ് പ്രകടനം നടത്തുന്നവരാണ് അശ്വിൻ, രവീന്ദ്ര ജഡേജ എന്നിവരുടെ നിലവാരത്തിലേക്ക് ഉയരാൻ ബംഗ്ലാദേശ് സ്പിൻ ഓൾറൗണ്ടർമാരായ ഷാക്കിബ് അൽ ഹസനും മെഹദി ഹാസനും സാധിച്ചിരുന്നില്ല. ബംഗ്ലാദേശ് പേസർമാർ ആദ്യ ദിനം കാട്ടിയ മികവ് പിന്നീട് കാട്ടിയില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ നിലവാരത്തിനൊപ്പം ഉയരാൻ സന്ദർശകർക്കായിട്ടില്ല. രണ്ടാം ടെസ്റ്റിൽ ബംഗ്ലാദേശ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമോ എന്ന് ഇനി കാത്തിരുന്നതിനെ കണ്ടറിയാം.